സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ചൊല്ലാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ജെറമിയ പ്രവാചകനെ വലിയ ഇഷ്ടമാണ്. കാരണം എപ്പോഴും ദൈവത്തോട് സംസാരിച്ചിരുന്ന മഹാപ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. നമുക്ക് 4 മഹാപ്രവാചകന്മാരുണ്ട്. അതിലൊരു വലിയ പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. എപ്പോഴും ദൈവം വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയും. ഈ ജെറമിയ പ്രവാചകൻ എപ്പോഴും ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കും. എന്ത് പറഞ്ഞാലും അതനുസരിക്കും. അത് കാരണം ദൈവത്തിനും വലിയ ഇഷ്ടമാണ്. നാമം ദൈവം പറയുന്നത് ശ്രവിക്കുകയാണെങ്കിൽ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. യെരമ്യാ പ്രവാചകനെ ഇന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നീ കുശവന്റെ അടുത്ത് പോകണം. കുശവന്റെ അടുത്ത് ചെന്നിട്ട് കുശവൻ എന്താണ് ചെയ്യുന്നതെന്ന് നീ ശ്രദ്ധിക്കണം. കുശവന്റെ അടുത്ത് പോയി, കാരണം ദൈവം എന്ത് പറഞ്ഞാലും ഈ പ്രവാചകൻ അനുസരിക്കും. കുശവന്റെ അടുത്ത് ചെന്ന് കുശവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുകയാണ്. കുശവൻ എന്താണ് ചെയ്യുന്നത്? അവൻ കലമുണ്ടാക്കുകയാണ്, കലം നിർമ്മിക്കുകയാണ്. ആ കുശവന്റെ ചക്രത്തിൽ കലമിരുന്നു കറങ്ങുകയാണ്. ചിലപ്പോഴൊക്കെ ഈ കലം വികൃതമായി പോകും. ഉടനെ കുശവൻ എടുത്തിട്ട് അത് മാറ്റിയിടും, ഇങ്ങനെ നശിപ്പിച്ചു കളയും. എന്നിട്ട് യെരമ്യാ പ്രവാചകൻ വന്നപ്പോൾ ദൈവം ചോദിക്കുന്നു, നീ കണ്ടോ എന്താണ് ആ കുശവൻ ചെയ്തതെന്ന്? ശരിക്കും ഷെയ്പ്പില്ലാത്ത കലങ്ങളെ എടുത്തവൻ ഉടച്ചു കളയുന്നില്ലേ? പക്ഷെ ഞാൻ ഉടച്ചു കളയില്ല. ഇത് പറഞ്ഞത് ഒരു ജീവിതം ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. ഓരോ ജീവിതവും, നമ്മുടെ ഓരോ ജീവിതവും, ഓരോ മനുഷ്യരാശിയും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവം അവസാനം വരെ ക്ഷമിച്ചിരിക്കും. അവസാനമാണ് വിധി. ദൈവം ക്ഷമയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. കാരണം ദൈവത്തിൻ്റെതാണ് നമ്മുടെ ജീവിതം. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ മുഖഛായയിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അവബോധം നമുക്കുണ്ടാകണം. കാരണം നാം എല്ലാവരും വിലപ്പെട്ടതാണ്, നശിക്കാൻ പാടില്ല. നാം എപ്പോഴും ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ പ്രതിരൂപമാണ്, ദൈവത്തിന്റെ മുഖഛായയുള്ളതാണ്. ദൈവത്തിന് വിലപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. ആ രീതിയിൽ നാം ജീവിക്കണം. വിധിയൊക്കെ പിന്നീട്, പക്ഷെ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മുടെ ജീവിതം പരിശുദ്ധമാക്കണം. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതാണ് കുശവനും ആഗ്രഹം, അതാണ് ദൈവത്തിനും ആഗ്രഹം. ആ കുശവന്റെ ആഗ്രഹം തന്നെയാണ് ദൈവത്തിന്റെയും ആഗ്രഹം. അവസാനം ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, മത്സ്യങ്ങൾ എടുത്തിട്ട് നല്ല മത്സ്യങ്ങൾ വാരിക്കളയും, നല്ല മത്സ്യങ്ങൾ കുട്ടയിൽ ശേഖരിക്കും, ചീത്ത മത്സ്യങ്ങൾ വാരിക്കളയും. അവസാനമാണത്. നാം അവസാനം വരെ പരിശുദ്ധമായി ജീവിക്കാൻ, നല്ലവരായി കാണപ്പെടാൻ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യർ വിലപ്പെട്ടവരായി കാണപ്പെടാൻ നമുക്ക് പരിശുദ്ധിയിൽ ജീവിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകളും നമ്മുടെ മനസ്സും ഹൃദയവും പരിശുദ്ധമാക്കി സൂക്ഷിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ തിരുവലിയിൽ പ്രാർത്ഥിക്കാം.